ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞാനിവിടെ ഡാവിൻസി റിസോൾവ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഡാവിൻസി റിസോൾവിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. നമ്മൾ ഡാവിൻസി റിസോൾവ് കംപ്ലീറ്റ് ഒരു സീരീസ് ആയിട്ട് ട്യൂട്ടോറിയൽ എന്ന് വരെ തുടങ്ങുകയാണ്. അപ്പം എന്നെ അറിയാത്തവർക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ നിവേദ് കൃഷ്ണൻ. അപ്പം ഞാൻ നിങ്ങളെ ഈ ചാനലിലൂടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോട്ടോഷോപ്പ്, ഡാവിൻസി റിസോൾവ് അങ്ങനത്തെ കുറച്ച് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസാണ്. അപ്പം ഞാൻ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായ ഇൻട്രൊഡക്ഷൻ ടു ഡാവിൻസിയിലേക്ക് പോവാം. അപ്പോൾ ഈ വീഡിയോ ഞാനും ഡാവിൻസിയിൽ എടുത്തിരിക്കുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, പറയാനൊന്നും ഒത്തിരിയൊന്നുമില്ല. അപ്പം നമുക്ക് ഡാവിൻസിയുടെ മൊത്തത്തിൽ ഒരു ലുക്ക് നോക്കാം. അപ്പം ഇതാണ് ഡാവിൻസിയുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇൻ്റർഫേസ്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒരു പിക്ചർ എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഇവിടെ ആണ് മീഡിയ പൂൾ എന്നാണ് ഈ ഏരിയ പറയുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് കൊണ്ടിടും, അവിടെ നമ്മൾ ടൈം ലൈനിലോട്ട് വലിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇൻസ്പെക്ട് ടാബ് കാണാം. പിന്നെ നമ്മുടെ ഇവിടെ ഓഡിയോയുടെ ഒക്കെ ഒരു വേവ് ഫോമും ഒക്കെ കാണാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ട്രയലിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ ഒരു വർക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നോക്കാം. ഞാൻ ഡാവിൻസി തന്നെ ചെയ്ത ഒരു എന്തോന്നാണിത്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വരും കേട്ടോ. ഇതിൻ്റെ ട്യൂട്ടോറിയലിനൊട്ട് തന്നെ വരും. നല്ല എളുപ്പമായിട്ട് ഡാവിൻസി. ഞാനിപ്പോൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു പ്രിവ്യൂ കാണാം. പ്രിവ്യൂ എൻ്റെ പിക്ചർ ഇരിക്കുന്നതാണ്. ഇവിടെ ഞാൻ വെച്ചോട്ടെ, കുഴപ്പമില്ല. അവിടെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞാൻ ടൈം ലൈനിലോട്ട് ഇട്ടിട്ടില്ല. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ പ്രിവ്യൂ കാണാം. ഇത് ഞാൻ ഡാവിൻസി തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ ഈ ഒരു സംഭവം ചെയ്തതിൻ്റെ ആദ്യമേ തന്നെ ഡാവിൻസിയുടെ കുറച്ച് അഡ്വാൻറ്റേജസ് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് കണ്ടന്റ് ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഫ്യൂഷൻ എന്ന് പറയുന്ന പാനലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഈ ആഫ്റ്റർ എഫക്ട്സിന് പകരം ചെയ്തത്. ഇപ്പം എന്തെങ്കിലും ടെക്സ്റ്റ് നിങ്ങൾ വന്നില്ല, ഇപ്പം എൻ്റെ പേര് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വീഡിയോയുടെ താഴെ ഇങ്ങനെ എഴുതി കാണിച്ചൊക്കെ ചെയ്യില്ല, അതേപോലത്തെയൊക്കെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ വരെ നമ്മൾ ഈ ഫ്യൂഷൻ പാനലിൽ വരണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന രീതിയിലാണ്. ഇവിടേക്ക് മീഡിയ ഇടുന്നു, ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഫ്യൂഷൻ, കളർ ഗ്രേഡ്, പിന്നെ ഓഡിയോ, പിന്നെ ജസ്റ്റ് ഔട്ട്, അങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നത്. അപ്പം ഇതെല്ലാമാണ് ഇതിൻ്റെ ഓരോ ടാബായിട്ട് വരുന്നത്. ഇതിനകത്ത് മോസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, എന്നെ സംബന്ധിച്ച് ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റ് ടാബും ഫ്യൂഷൻ ടാബും, പിന്നെ ചില സമയത്ത് കളർ ഗ്രേഡിങ്ങും കുറച്ച് യൂസ് ചെയ്യാറുണ്ട്. ഓഡിയോ പിന്നെ യൂസ് ചെയ്യാറുണ്ട്. ഏകദേശം ഏറ്റവും കൂടുതൽ യൂസ് ഇല്ലാത്ത ഈ കട്ടിനാണ്. കട്ട് ടാബ് യൂസ് ചെയ്യാറില്ല. മീഡിയ ടാബിനകത്ത് കൊണ്ടുവന്നിടും. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് എൻ്റെ ഇമേജിനെ ഇവിടെ വെച്ചിട്ട് ഇതിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ടൈം ലൈനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം എന്തോ സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. ഞാൻ തിരിച്ചെൻ്റെ പിക്ചർ അവിടെ തന്നെ ആക്കട്ടെ. ഇതാട്ടോ പാട്, സ്ഥലമില്ല, അതുകൊണ്ടാണ്. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ സ്ഥലമില്ല. ഞാൻ നേരെ അടുത്ത ടാബായ കട്ടാവിലോട്ട് ചെയ്തു. കട്ടാവിൽ ചെന്നപ്പോൾ കണ്ടോ മീഡിയ പൂളെന്നും പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ നമുക്കിതിനെ താഴോട്ട് കൊണ്ടുവന്ന് വലിച്ചിട്ടാൽ മതി. ഓക്കെ, വലിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു. ഇവിടെ ഒരു ടൈം ലൈൻ ഒക്കെ വന്നിട്ടുണ്ട്. സോ അതെന്താ നോക്കാം. ഞാൻ എന്നെ ഇവിടേക്ക് വെച്ച് ഇച്ചിരി ഒന്ന് ഓക്കെ അഡ്ജസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ പ്രിവ്യൂ ഞാൻ ചെയ്തിട്ട് കണ്ട, ഇനി നമുക്ക് പ്രിവ്യൂ ആണ്. ഇത് പ്രിവ്യൂ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഇതിനകത്ത് ഷോർട്ട് കട്ട്സ് ഒക്കെ ഇച്ചിരി വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ട് പ്രിഫറൻസസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കീബോർഡ് കസ്റ്റമൈസേഷൻ ഉണ്ട്. കീബോർഡ് കസ്റ്റമൈസേഷന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാവിൻസി റിസോൾവ് നിങ്ങളെ മാറ്റിയിട്ട് നിങ്ങൾ അഡോബ് പ്രീമിയർ പ്രോ യൂസ് ആണെങ്കിൽ, ഞാൻ പ്രീമിയർ പ്രോ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം പ്രീമിയർ പ്രോ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കാണുന്ന അഡോബ് പ്രീമിയർ പ്രോ കൊടുക്കാം. അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഫൈനൽ കട്ട് പ്രോ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അങ്ങനെ എന്തോന്ന് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസേഷൻ ചെയ്യാം. അങ്ങനെ എല്ലാമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഒരു പിക്ചർ തരാം, അതായത് ഡാവിൻസിയുടെ ഷോർട്ട് കട്ട്സ് എല്ലാം കൂടെ ഉള്ള. ഇപ്പം ഞാൻ ഷോർട്ട് കട്ട് പറയാം. സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പം എന്താണ്ട് ഇത് 2 ക്ലിപ്പാണ്. ഞാൻ ഇത് രണ്ടാമതൊരു ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ കൊണ്ടുവച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ, നമ്മുടെ ഈ ഒരു ബ്രാക്കറ്റ് ഇവിടെ അങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കട്ടായി.
കേട്ടോ, ഒരു ഗ്രീൻ കളർ ഒരു ഹൈലൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇവിടേക്ക് നമുക്ക് ട്രാൻസിഷൻ പാനലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏത് ട്രാൻസിഷൻ വേണമെങ്കിലും എടുക്കാം. ട്രാൻസിഷൻ്റെ മുകളിൽ കൊണ്ടുവെക്കുമ്പോൾ തന്നെ ആ ഒരു ട്രാൻസിഷൻ ആക്റ്റീവ് വരുന്നതാണ്. അതിൻ്റെ ഒരു ഉണ്ടല്ലേ. അപ്പം ഇതിൻ്റെ ഈ ഒരു എഫക്റ്റ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടിപൊളി എഫക്റ്റാണ്. ഇത് കണ്ടാലേ നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ അകത്തൂടൊക്കെ ലൈറ്റിനിങ് വരുന്നുണ്ട്. ഇത് വളരെ ഗുഡ് തിങ് ആണ്. ബിക്കോസ് നമ്മൾ ഫ്ലാഷിൻ്റെ ഒക്കെ കുട്ടികളെ മാനിപ്പുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സബ്ജക്റ്റിനെ കട്ട് ചെയ്യേണ്ടി വരുന്നില്ല. കട്ട് ചെയ്യേണ്ടി വരും ജസ്റ്റ് നമുക്ക് ആ ഒരു മോഷൻ ബ്ലർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ തന്നെ നമുക്ക് ഇമേജിനകത്തേക്ക് കയറിയിട്ട് ഒരു ഇലക്ട്രിക് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ഇത് എഫക്റ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസിഷൻ പാനൽ. ഇവിടെ വന്നിട്ട് നമുക്ക് ടൈറ്റിൽസ്. ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ലോവർ തേർഡ് അപ്പർ തേർഡ്. ഇവിടെ എൻ്റെ പേര് എഴുതി വന്നത് അതൊരു ലോവർ തേർഡാണ്. നമ്മൾ ജസ്റ്റ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതൊരു ലോവർ തേർഡാണ് ആക്ച്വലി. ആ ലോവർ തേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് വരും. പിന്നെ ഇവിടെ കുറച്ച് റൂൾസ് കാണാം. ഇതൊന്നും ഞാൻ വലുതായിട്ട് പറയുന്നില്ല. നോർമൽ വീഡിയോ എഡിറ്റിംഗ് അറിയാവുന്നവർക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. ഇനി അടുത്തത് എഡിറ്റ് ടാബാണ്. ഇവിടെ എല്ലാം കറക്റ്റ് പ്രീമിയർ പ്രോ യൂസേഴ്സിന് അറിയാൻ പറ്റും. ഞാൻ എൻ്റെ പിക്ചർ ചെറുതാക്കട്ടെ. പിന്നെ അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്നുമില്ല കേട്ടോ. എൻ്റെ പിക്ചർ തിരിഞ്ഞത് ജസ്റ്റ് നമ്മുടെ ടൈം ലൈനും സംഭവങ്ങളൊക്കെ ഉള്ളു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ അതായത് കട്ട് പാനലിൽ ചെയ്യാൻ സെയിം സംഭവങ്ങൾ ഇവിടെ ചെയ്യാം. അത് മെയിനായിട്ട് കട്ടിങ്ങിന് വേണ്ടി മാത്രമാണ്. പക്ഷെ അവിടെ നിന്ന് വേണമെങ്കിൽ എല്ലാ എഫക്റ്റും ചെയ്ത് പോവാം. ഇവിടെ ബ്ലർ ഡിസോൾവ് ഉണ്ട്. ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതാണ് സ്പ്ലിറ്റുകളാണ്. ജസ്റ്റ് നമുക്ക് ഡൗൺ ഉണ്ടെങ്കിൽ മോളെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വരും. ഇന്നത്തെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് നോക്കിയാൽ സ്നാപ്പിംഗ് ടൂൾ കൊണ്ട് കഴിഞ്ഞാൽ സ്നാപ്പ് ചെയ്യാൻ പറ്റും. അതാണിത് സ്നാപ്പ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കർസർ ബാക്ക് ചെയ്ത് കിട്ടും. പിന്നെ സോറി കേട്ടോ, സൗണ്ട് ഇച്ചിരി ഉണ്ട്. ഇവിടെ വന്നിട്ട് വീഡിയോ ട്രാൻസിഷൻ, ഓഡിയോ ട്രാൻസിഷൻസ് ഉണ്ട്, ടൈറ്റിൽസ് ഉണ്ട്. ഇവിടെ നിന്ന് ലോവർ തേർഡ് ആഡ് ചെയ്യാം. ജനറേറ്റേഴ്സ് ഉണ്ട്, എഫക്ട്സ്. ഈ ഓരോ എഫക്റ്റും ഉണ്ട് നമ്മൾ. ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് എത്തിട്ട് കൊടുത്തു കിട്ടും. ഇപ്പം നോക്കിയേ, ഒരു എഫക്റ്റ് ഇതിനകത്തേക്ക് കയറിയുണ്ട്. ഒരു CCTVയുടെ എഫക്റ്റ് കയറിയിട്ടുണ്ട്. എനിക്കിതിപ്പോൾ വേണ്ട. ഞാൻ ജസ്റ്റ് കൺട്രോൾ സെറ്റ് കാര്യമാണ്. കൺട്രോൾ സെറ്റൊക്കെ സെയിം ആട്ടോ, അതിനകത്തൊന്നും വ്യത്യാസമില്ല. കുറേയൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ DSLRനെ കൊണ്ടുവന്നിട്ടാ DSLRൻ്റെ സംഭവം വന്നു. ഇവിടെ നമുക്ക് കണ്ട എഫക്റ്റ് ആഡായെന്നുള്ളതിൻ്റെ സംഭവമാണിത്. ഇവിടെ ഇങ്ങനെ എഫക്റ്റിൻ്റെ ഒരു സിമ്പിൾ വരും എഫക്ട്സ് ആഡ് ആണെന്നുണ്ടെങ്കിൽ. ഇവിടെ ഗ്രാഫിക് ഓവർലേ എന്നും പറഞ്ഞു വരുന്നത്. നമ്മൾ ജസ്റ്റ് കൊണ്ട് വെക്കുമ്പോൾ ഹൈലൈറ്റ്, സ്ട്രെച്ച്, ഇതൊക്കെ പ്രീമിയം ആട്ടോ. ഇതൊക്കെ പ്രീമിയം ആണ്. സ്റ്റുഡിയോ ഉള്ളവർക്ക് ഓക്കെയാണ്. ഇതാണ് മൊസൈക്ക്, റേഡിയൽ ബ്ലർ ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഫ്യൂഷൻ ടാബ്. ഫ്യൂഷൻ ടാബിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഞാൻ വീണ്ടും അറേഞ്ച് ചെയ്യണം. ഫ്യൂഷൻ ടാബിലെ അറേഞ്ച്മെൻറ്റ് ഇച്ചിരി പാടാം കേട്ടോ. എന്നെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്നെ ഇച്ചിരി കുട്ടിയാക്കി വെക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഡബിൾ പാനലാക്കിയിട്ട് എന്നെ ഒരു പാനിൽ വെക്കാം. ഓക്കെ. ഫ്യൂഷൻ ടാബിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ് ചെയ്യുന്ന സെയിം സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാം. ഒറ്റ കാര്യമുള്ളൂ, നോട്ട്. ഇത് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ഇപ്പം ഞാനൊരു ബ്രീഫായിട്ടുള്ളത് തരാം. ലെയേഴ്സിന് പകരം നമ്മൾ ഡാവിൻസിയിൽ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പറയുന്നത്. ഈ ലൈക്ക് നോട്ട്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോഡ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ക്ലിപ്സ് കൂടെ ഓണാക്കിയിട്ട് നമുക്ക് താരം നമ്മുടെ ക്ലിപ്സ് കാണാം. നമ്മുടെ 2 ക്ലിപ്പുണ്ട്. V1-ലും ഇത് 2 എണ്ണം. ഒരു നമ്മുടെ ആ ഒരു ഞാൻ കട്ട് ചെയ്തില്ല, അപ്പോൾ 2 എണ്ണം ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ക്ലിപ്സ് ഓഫ് ചെയ്തിടാം. എഫക്ട്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ എഫക്ട്സ് നമ്മുടെ നേരത്തെ എഫക്ട്സ് കൊടുത്ത തന്നെയാണ് സെയിം സംഭവം. ക്ലിപ്സ് ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്തിട്ടു. ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വിടാം എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ഇത് വന്നിട്ട് BG ആണ്. ഇത് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാവുന്ന സംഭവമാണ്. ഇത് റേഡിയൽ ബ്ലർ, ടെക്സ്റ്റ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരും.
അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ പ്ലേലിസ്റ്റ് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പ്ലേലിസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. പ്ലേലിസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ എപ്പിസോഡും നിങ്ങളിപ്പോഴെല്ലാം കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റുകൾ കുറേ കാണും. ഇതിനകത്തൊന്ന് നിങ്ങൾക്ക് സെക്കൻഡ് എപ്പിസോഡ് കാണാം. ഇപ്പം നോക്കി ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് മീഡിയ ഔട്ട്, മീഡിയ ഇന്നെന്നും പറഞ്ഞിരുന്നതുകൊണ്ട് ഇതിനിടയിലാണ് നമ്മൾ എഡിറ്റിംഗ് എല്ലാം വരുന്നത്. ഈ മീഡിയ ഔട്ടിലോട്ട് നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് ഈ ലൈനെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ഔട്ട് കിട്ടുന്നത്. അതുകൊണ്ട് മീഡിയ ഔട്ട് വേണമെങ്കിൽ മീഡിയ ഔട്ട് വേണം. ഈ മീഡിയ ഔട്ട് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ എഡിറ്റ് ആബി ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ. അല്ലാതെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ ഒരു സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ എഫക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഫക്ട്സിലല്ല നമുക്ക് എഫക്ട്സ് വരുമ്പോൾ നമുക്ക് ഫ്യൂഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഫ്യൂഷൻ കോമ്പോസിഷനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഞാനിടും. ഫ്യൂഷൻ കോമ്പോസിഷൻ ഇട്ട് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമുക്ക് ആ ഒരു ഫ്യൂഷൻ്റെ മാത്രം ഒരു മീഡിയ ഇന്ന് കാണത്തില്ല, മീഡിയ ഔട്ട് കാണത്തില്ല, ജസ്റ്റ് ഫ്യൂഷൻ ആയിരിക്കും. അപ്പം നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ കസ്റ്റമൈസേഷൻ ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ആയിരിക്കുന്ന ഡാവിൻസിയിൽ എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങളെ പ്രൊജക്റ്റ് കാണിച്ചാൽ തന്നെ എനിക്ക് മനസ്സിലാവും. ആഫ്റ്റർ എഫക്ട്സിൻ്റെ കൂട്ടല്ല. പിന്നെ ഒറ്റ കാര്യമുള്ള എനിക്ക് ആഡായിട്ട് തോന്നിയത്, ഇതിനകത്ത് 2 ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഒരു ഡിസ്പ്ലേയിലാണ് നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, രണ്ടാമത്തെ ഡിസ്പ്ലേയിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു എന്തോന്ന് നമ്മുടെ ഈ ഒരു സെക്കൻഡ് നമ്മുടെ ഒരു വീഡിയോ പ്ലേ ആവുന്നത് സെക്കൻഡിലാണ്. അപ്പം ഇതിനെ എനിക്ക് സിംഗിളാക്കാനായിട്ട് ഞാൻ ജസ്റ്റ് എന്നെ താഴോട്ട് വെച്ചിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, അത് ഒറ്റ സിംഗിളാവും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 2ആയിട്ട് വരും. ഓക്കെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാണ്ടോ, ഈ മീഡിയ ഇന്നിൻ്റെ ഔട്ടിൻ്റെ താഴെ വൈറ്റും ബ്ലാക്കും ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നോഡിൻ്റെനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. എങ്കിലും നിങ്ങൾക്കൊരു ബ്രീഫായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്നും അറിയാതെ രണ്ടാമത്തെ വീഡിയോ കാണണ്ടല്ലോ, ചെറുതായിട്ടില്ല ഒന്ന് പറഞ്ഞു വെക്കാം. ഇതെന്തായാലും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കളർ ഗ്രേഡിങ് പാനൽ എന്തുണ്ടെന്ന് നോക്കാം. വീഡിയോ ഇച്ചിരി ലെങ്ത് ആയോന്ന് ഡൗട്ടുണ്ട്. 12 മിനിറ്റ്സ് ആവാറായി. കുഴപ്പമില്ലായിരിക്കും, എഡിറ്റ് ചെയ്ത് വരുമ്പം കുറയാൻ സാധ്യതയുണ്ട്. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ കളർ ഗ്രേഡിങ് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ. പണ്ട് ഡാവിൻസി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇത് എന്തിനാ കളർ ഗ്രേഡിങ് സോഫ്റ്റ്വെയർ മാത്രമായിരുന്നു. ഇവിടെയും നമുക്ക് നോട്ട്സ് വേണം. ടൈം ലൈൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് ടൈം ലൈൻ കൊടുക്കാം. നോട്ട്സ് ഉണ്ട് ഇവിടെ. നോട്ട്സ് ഞാനിപ്പോൾ വേണമെങ്കിൽ കളയാം. ഇതിൻ്റെ എല്ലാം നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ എന്നെ ഒന്ന് സെറ്റാക്കി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം കസ്റ്റമൈസേഷൻ നമുക്കുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ കാണാം. ഇതൊക്കെ ബേസിക്കലി കളർ ഗ്രേഡിങ് ആണ്. ഈ കളർ ഗ്രേഡിങ് തന്നെ നമുക്ക് ഫ്യൂഷൻ പാനലിൽ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് വന്നിട്ട് കർവ് കിട്ടുന്നുണ്ട്. ഇത് വന്നിട്ട് കളർ വാർപ്പർ ഹ്യൂ സാച്ചുറേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് ട്രാക്കറാണ്, ഐ ഡ്രോപ്പർ. ഇത് പിന്നെ നമ്മുടെ മറ്റ് സംഭവങ്ങളൊക്കെ, ഇത് പ്രൈമർ കളർ വീലുകളുണ്ട്. HDR വന്നിട്ട് കളർ വീൽസ് ഉണ്ട്. ഹൈ ഡൈനാമിക് റേഞ്ച് HDR നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കളർ മാച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ക്യാമറ റോ ഫിൽറ്റർ ഉണ്ട്. ക്യാമറ റോയ്ക്കകത്ത് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ, അതായത് ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്നാലെ ക്യാമറ റോ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് റിഫ്രഷ് ആവും. ഇതിനെ ബേസ് ചെയ്ത് ഒരു വീഡിയോ നമ്മളിടും. അപ്പോൾ ഓരോ ടാബിൽ, അതായത് 3 ടാബിനകത്തായിരിക്കും നമ്മൾ മെയിനായിട്ട് വീഡിയോസ് വരാൻ പോകുന്നത്. എഡിറ്റ് ടാബ്, ഫ്യൂഷൻ ടാബ്, കളർ ഗ്രേഡിങ് ടാബ് മെയിനായിട്ട് വരാൻ പോകും. പിന്നെ നമ്മൾ ഓഡിയോ ടാബും ഞാൻ നേരത്തെ ഒരു പ്രീ നിങ്ങൾക്ക് തരുവാട്ടോ. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു എന്തോ തരുവാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസ് വരാൻ പോകുന്നതെന്ന്. അതിനുശേഷം നമ്മൾ കുറച്ചൊക്കെ ഓഡിയോയ്ക്കകത്ത് പറയുന്നതായിരിക്കും. ഓഡിയോയ്ക്കകത്ത് പറയുന്നത് കൂടാഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഇതാണ് ഡെലിവറി ചെയ്യുന്നതാണ്. അത് സിമ്പിളാണ്. ഈ വീഡിയോ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പം പിന്നെ ഇവിടെ കൊണ്ടുവെക്കാം. ഞാൻ കേട്ടോ ഇതിനകത്ത് മെയിൻ വീഡിയോ എന്ന് വിചാരിച്ചോളൂ. ആക്ച്വൽ വീഡിയോ ആ ടൈം ലൈനിലുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ സൈഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റം എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്ക് JPEG, MP4 ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് വീഡിയോ ഫയലാണ്.
അപ്പോൾ ഇത് MP4 ആണ്. നമുക്ക് ഈ യൂട്യൂബ് 1080p ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1080p എന്നുള്ളത് നമുക്ക് എത്ര വേണമെങ്കിലും ആക്കാം. എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ ഒരു എൻ്റെ ഒരു റിയാക്ഷനാണ്, അതുകൊണ്ട് ഹൈ ക്വാളിറ്റിയിൽ എനിക്ക് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 1080pയിലാണ് എടുത്തത്, അതുകൊണ്ട് ഇനി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്രസ് ആവുമല്ല, ഒരു പിക്സലേറ്റഡ് ആവും. വേണ്ട, അതുകൊണ്ട് ഞാൻ ഒത്തിരി വലിയ സൈസിലായിട്ട് എടുക്കുന്നില്ല. നമുക്ക് വലിയ സൈസിലൊക്കെ എടുക്കാം. ഫുൾ അപ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞ് 2K കിടപ്പുണ്ട്. 4K നമുക്ക് എടുക്കാം. 4K അൾട്രാ HD നമുക്ക് എടുക്കാൻ പറ്റും. അൾട്രാ HD സ്ക്വയർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഏത് ഫോർമാറ്റ് വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരുവിധം എല്ലാം എടുക്കാം. പിന്നെ ശേഷം ആഡ് റെൻഡർ ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റെൻഡർ ആവും. ജസ്റ്റ് നിങ്ങളിവിടെ നമുക്കിവിടെ അൺടൈറ്റിൽഡ് ലൊക്കേഷൻ ബ്രൗസ് ചെയ്ത് കൊടുക്കുക. തൽക്കാലം എൻ്റെ ഒരു ഇന്റർനെറ്റ് കൊടുത്തേക്ക് ആഡ് റെൻഡർ ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് റെൻഡർ റോൾ ക്ലിക്ക് ചെയ്താൽ ഫുള്ള് റെൻഡർ ആയിക്കോളും. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല, കാര്യം നമുക്ക് റെൻഡറിൻ്റെ ആവശ്യമില്ല. ഞാൻ ഓൾറെഡി റെൻഡർ ചെയ്ത ഫയലാണ്, ഞാൻ കളഞ്ഞു. ഓഡിയോ ടാബ് ഇത്രയേ ഉള്ളൂ. ഓഡിയോ ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സൗണ്ട് കേൾക്കാം. ജസ്റ്റ് ഞാനിവിടെ ഒരു ഇലക്ട്രിസിറ്റിയുടെ സംഭവം ചെയ്തായിരുന്നു. അതിന് വേണ്ടിയിട്ട് ചെയ്ത എന്താ പറയുക, ഒരു എന്തോന്നാണ് സൗണ്ട് ഇല്ല. അപ്പം അത് നമുക്കിതേ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് ഇതൊക്കെ ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ വരും. അടുത്ത വീഡിയോ എന്തായാലും ഫ്യൂഷൻ പാനലിൻ്റെ നോട്ട്സിനെ കുറിച്ചായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും വരും, പ്ലേലിസ്റ്റ് വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ കുറച്ച് പ്രൊജക്റ്റ് വരും കേട്ടോ. പ്രൊജക്റ്റ് ഫയലൊക്കെ കിട്ടും. അപ്പോൾ നമ്മളെല്ലാം പ്രൊജക്റ്റ് ഫയലല്ല, നമ്മൾ പ്രൊജക്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാ അസറ്റ്സും നമ്മൾ വെക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഡാവിൻസി റിസോൾവ് ഫുള്ള് പഠിക്കാം. അപ്പം ഇത് പറയുന്നു. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതിന് നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ വേറൊരു വീഡിയോ വരുന്ന കാണുന്നേക്ക് വരെ ബൈ.